ശനിയാഴ്ച 2 പേർ ഔട്ടാവുമോ? അപ്സരയും ഋഷിയാണോ ഔട്ടാവാൻ പോകുന്നത്? നോമിനേഷൻ കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ് വെള്ളിയാഴ്ച രാത്രി വരെ. അപ്പോൾ അതുകൊണ്ട് അപ്സരയും ഋഷിയും ഔട്ടാകുമോ? പ്രൊമോ വന്നിരിക്കുകയാണ്, റസ്മിൻ എവിക്റ്റ് ആയിട്ടുള്ള പ്രൊമോ. പറയാം വിശേഷങ്ങൾ, അപ്ഡേറ്റ്സ്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ. ഐ ആം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ പ്രൊമോയുടെ വിശേഷം പറയാം. നമ്മുടെ നാളെ കാണിക്കാനുള്ള എപ്പിസോഡിൻ്റെ പ്രൊമോയാണ്. അതായത് എവിക്ഷനിലുള്ള 9 പേരും റസ്മിൻ, അഭിഷേക്, ജാസ്മിൻ, അർജുൻ, ജിൻഡോ, അൻസിബ, ഋഷി, അപ്സര, ശ്രീതു, ഇവർ 9 പേരെ ഗാർഡൻ ഏരിയയിലേക്ക് വിളിക്കുന്നു. എന്നിട്ട് അവരോട് പറയുന്നു, കുറച്ച് ബോൾസ് ഒക്കെ ഓരോ സെക്ഷനായിട്ട് 5 കൂടാരത്തിനകത്ത് കുറേ ബോൾസ് പറക്കിയിട്ടുണ്ട്. ഓരോ കൂടാരത്തിനകത്തും ഓരോ ബോൾസ് വീതം. എന്നിട്ട് ഇവരെ 9 പേരും നിരന്ന് നിൽക്കുകയാണ്. 9 പേരുടെയും ഫ്രണ്ടിൽ കുറേ ഇങ്ങനെ പൊത്തുകൾ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട്. 20 പൊത്തുകൾ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ കൂട തുറക്കുക, എന്നിട്ട് അതിനകത്ത് ബോൾസ് ആണ്. ഈ ബോൾസിൽ അവരവരുടെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ പേരുകൾ എഴുതിയിട്ടുള്ള ബോൾസ് കൊണ്ടുവന്ന് ഇതിനകത്ത് ഇടുക. അപ്പോൾ എല്ലാ കോളവും നിറയണം, ഇല്ലെങ്കിൽ ഔട്ടാവും. 20 ഹോളുണ്ട്. 20 കോളത്തിലും വെക്കാനുള്ള നമ്മുടെ പേരെഴുതിയ ബോൾസ് കിട്ടണം, ഇല്ലെങ്കിൽ എവിക്റ്റ് ആവും. അപ്പോൾ ഇതാണ്. എന്നിട്ട് ലാലേട്ടൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് വേറെ ആരെയല്ല, റസ്മിനെയാണ്. അത് പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. റസ്മിനാണ് എവിക്റ്റ് ആവുന്നത്. വേറെ ആരും നാളെ എവിക്റ്റ് ആവില്ല. റസ്മിൻ മാത്രമാണ് എവിക്റ്റ് ആവുന്നത്. ഓക്കെ, അത് ഞാൻ വൈകിട്ട് തന്നെ ഞാൻ പറഞ്ഞതാണെന്ന്. അപ്സര എന്ന് എവിക്റ്റ് അല്ല, റസ്മിൻ മാത്രമാണ് എവിക്റ്റ് ആവുന്നത്. ഇനി ശനിയാഴ്ചത്തെ കാര്യം, നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യുകയാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പുതിയ നോമിനേഷൻ അല്ല. ഈ റസ്മിൻ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള അഭിഷേക്, ജാസ്മിൻ, അർജുൻ, ജിൻഡോ, അൻസിബ, ഋഷി, അപ്സര, ശ്രീതു, ഇവർ 8 പേരടങ്ങുന്ന നോമിനേഷൻ കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ബുധനാഴ്ച, നാളെയാണത് തുറന്നു തരുന്നത്. അപ്പം നാളെ വോട്ട് ചെയ്യാം. നാളെ വോട്ട് ചെയ്യാം. ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ഈ 3 ദിവസം നമ്മൾ വോട്ട് ചെയ്യുന്നതിൻ്റെ ബേസിസിൽ ഒരാൾ പുറത്താവും. 2 പേര് പുറത്താവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ അത് അൺഫെയർ ആണെന്ന് പുറത്ത് ഭയങ്കര ഒരു സംസാരം. അതുകൊണ്ട് ഒരാൾ പുറത്താവും. അത് മിക്കവാറും ഋഷിയോ അപ്സരയോ, ഇവർ 2 പേരിൽ ഒരാൾ തന്നെ ആയിരിക്കും. കാരണം ഇന്നലെ വരെയുള്ള വോട്ട് നോക്കിയപ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞത് ഈ റസ്മിൻ ഏറ്റവും താഴെ, അതിൻ്റെ തൊട്ട് മുകളിൽ ഋഷിയും അപ്സരയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ശനിയാഴ്ച വരെ എത്തുമ്പോൾ വലിയ മാറ്റമൊന്നും വരാൻ പോകുന്നില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ഋഷിയോ അപ്സരയോ 2 പേരിൽ ഒരാളാണ് അവിടെ നിന്ന് എവിക്റ്റ് ആവുന്നത് എന്നാണ് തോന്നുന്നത് ശനിയാഴ്ച. പക്ഷേ അവരെക്കാളും യോഗ്യത ഇല്ലാത്ത ആൾക്കാർ ഇതിനകത്തുണ്ട്. കണ്ടന്റ് കൊടുക്കാത്ത ആൾക്കാരുണ്ട്, എവിക്ഷനിലുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ അവർക്കാണ് വോട്ടുകൾ കുറവ്. ഇപ്പം എനിക്ക് ഇന്നലെ നോക്കിയപ്പോൾ. പക്ഷേ അതുപോലെയാണെന്നുണ്ടെങ്കിൽ ഇവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ തന്നെയായിരിക്കും ഔട്ടാവുന്നത്. ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണെങ്കിൽ 2 പേര് ഔട്ടാവും. പക്ഷേ ഈ 2 ആഴ്ച നോമിനേഷൻ ഇട്ടിട്ട് മിഡ് വീക്കിലും ഒരാളെ പുറത്താക്കി, അതുപോലെ എവിക്ഷനിലും 2 പേരെ പുറത്താക്കി, മൊത്തം 3 പേരെ പുറത്താക്കുന്ന ഒരു സംഭവം വരത്തില്ല. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര അൺഫെയർ ആവും. ഒരൊറ്റ എവിക്ഷൻ ഇട്ടിട്ട് 3 പേര്, ഒരൊറ്റ എവിക്ഷൻ ലിസ്റ്റിൽ 3 പേര് ഔട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എവിക്ഷൻ വെച്ച് കഴിഞ്ഞാൽ അവിടെ സേവ് ആവുന്നത് ഈ പറഞ്ഞ പോലെ സായി സേവ് ആവും, സിജോ സേവ് ആവും, നോറ സേവ് ആവും, നന്ദന സേവ് ആവും. കാരണം ഇവർ 4 പേരും ഈ പറയുന്ന 2 ആഴ്ച എവിക്ഷനിൽ വന്നിട്ടില്ല. മനസ്സിലായില്ലേ? 2 ആഴ്ച എവിക്ഷനിൽ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാളെ പുറത്താക്കി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച മുതൽ എല്ലാവരും നോമിനേഷനിലുണ്ട്, എല്ലാവരും നോമിനേഷനിൽ വരും. അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രേക്ഷകർ തന്നെ എടുത്ത് കളയും. അങ്ങനെ തന്നെ നടക്കും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരാളെ വീക്കെൻഡിൽ വരുന്ന ശനിയാഴ്ച എവിക്റ്റ് ആവത്തുള്ളൂ. 2 പേര് എവിക്റ്റ് ആവത്തില്ല. ഒരാൾ മാത്രമേ എവിക്റ്റ് ആവുള്ളൂ. അത് ഉറപ്പാണ്. ഒരാൾ മാത്രമേ എവിക്റ്റ് ആവത്തുള്ളൂ. അത് മിക്കവാറും അപ്സരയോ ഋഷിയോ അവർ 2 പേരിൽ ആരെങ്കിലും ഒരാൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതാണ് പ്രൊമോ വന്നിരിക്കുകയാണ്. എവിക്ഷൻ്റെ അപ്ഡേറ്റ് ഇതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.